ഹായ് ഗായ്സ്, ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീപ്പിംഗ് മാസ്കിൻ്റെ റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, രാത്രി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ കഴുകേണ്ട കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവരുടെ കയ്യിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ഗ്ലോയിങ് ആയ ഒരു യെല്ലോയിഷ് ഗ്ലോയിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ പറ്റിയിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കാതെ ഒരു 15-20 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് രാത്രി അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് നീക്കി നമ്മുടെ സ്കിൻ നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസ്, ആക്നി, പിഗ്മെന്റേഷൻ ഇതെല്ലാം റിമൂവ് ആക്കി തരും. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആൻഡ് ലൈറ്റൻ ആക്കി കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ നനവില്ല, ക്ലീൻ ആയിരിക്കണം. എന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേറ ജെൽ, നോർമൽ ആലോവേറ ജെൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാനൊരു കുഞ്ഞു സ്പൂണിലാണ് എടുക്കുന്നത്. കുഞ്ഞു സ്പൂണിൽ 2 സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം മതി കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു മാസ്ക്, ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് നമുക്ക് പുറത്ത് വെച്ചിന് ഉപയോഗിക്കാം. ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്കിന് ഞാനിപ്പോൾ ഒരു 1 വീക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുന്നുള്ളൂ, പുറത്ത് വെച്ചിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ, നമ്മുടെ കുഞ്ഞ് ടീസ്പൂണിലാണ്, വലിയ ടീസ്പൂണിൽ 2 കുഞ്ഞ് ടീസ്പൂണിൽ ആലോവേറ ജെൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അതല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തിയാൽ മതിയാകും. അപ്പോൾ ഞാനൊരു ചെറിയൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ടീ ട്രീയുടെ ടോണറാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോണർ വന്നിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞു സ്പൂണിൽ തന്നെ 1 സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15-20 ദിവസം ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റം കണ്ടുവരും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് ആരും ഒരു 1 വീക്കൊക്കെ യൂസ് ആക്കിയിട്ട് നിർത്തി കളയരുത് കേട്ടോ. എനിക്ക് വേണ്ടി ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം വരെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഞ്ഞൾ അലർജി ഉള്ളവർ ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ. അല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 20 ദിവസത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന സകല പ്രോബ്ലംസും റിമൂവ് ആക്കി തരും കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, പിമ്പിൾസ് മാർക്സ് ഇതെല്ലാം കുറച്ച് നമ്മുടെ സ്കിന്നിനെ നല്ല ഗോൾഡൻ ഗ്ലോയിങ് ആക്കിയിട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് മാസ്ക് എന്നാണ് പറഞ്ഞത്, നമ്മൾ രാത്രി വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ പില്ലോയിൽ, നമ്മുടെ തലക്കാണിയിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് എന്തെങ്കിലും വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ഞളുടെ കറ അതുമേലെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് സാധ്യത എന്നല്ല, പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലോത്ത്സ് വെച്ചിട്ട് നമുക്ക് അതിന് മേലെ കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 15-20 ദിവസം ചെയ്ത് വരുമ്പോൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.